പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിയാരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തില് ഇന്ധന വിലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മൾ സമരം നടത്തുകയാണ്. പ്രതിഷേധ പ്രകടനവും ഈ വാഹനം ഇവിടെ പരസ്യമായി കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ്. ജീവിക്കാനായിട്ട് ഇവിടെ യാതൊരുവിധ നിവൃത്തിയുമില്ലാത്ത സാഹചര്യമാണ്. നമുക്കറിയാം, പെട്രോളിന്റെയും ഡീസലിന്റെയും വില 100 രൂപ കവിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വില വാണംകുറ്റി പോലെ ഉയരുകയാണ്. ഇന്നലെ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭരിച്ചപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രിയായ സതീശ മേനോനടക്കം പറഞ്ഞിരുന്നത് സെസ് കുറയ്ക്കുക. ഇടതുപക്ഷ സർക്കാർ ഈ ഇന്ധനത്തിനുള്ള സെസ് കുറയ്ക്കാനാണ് പറഞ്ഞിരുന്നത്. നമ്മളിപ്പോ സതീശ മേനോന്റെ മന്ത്രിസഭയോട് സെസ് കുറയ്ക്കാനൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ അധികാരം നഷ്ടപ്പെട്ടിട്ട് 4 മാസമായിട്ടുള്ളൂ. വീണ്ടും നമ്മൾ ചെയ്യാത്ത കാര്യം ഇപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന RSSും കേരളം ഭരിക്കുന്ന UDFും ഒറ്റക്കെട്ടാണ് ഈ ഇന്ധന വിലയുടെ കാര്യത്തില്, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെടുക്കുന്ന നയങ്ങളുടെ കാര്യത്തില്, മറ്റ് എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസിന് യാതൊരു പ്രതിഷേധവുമില്ല. കോൺഗ്രസ് കൈകെട്ടി നിൽക്കുകയാണ്. ഇത്രയും വലിയ രീതിയിൽ ഈ വിലവർദ്ധനവ് നടപ്പിലാക്കിയപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ്, ഈ വിലയുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പ്രതിഷേധിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ രാജ്യം കത്തി നശിച്ചാലും വില കയറ്റം കൊണ്ട് പുറകുമുട്ടിയാലും മനുഷ്യൻ ചത്തൊടുങ്ങിയാലും കോൺഗ്രസ്സുകാരൻ ഉണ്ടില്ല. കോൺഗ്രസ് BJPക്കെതിരെ പറയില്ല, കോൺഗ്രസ് കേന്ദ്രത്തിനെതിരെ പറയില്ല. ഇവരെല്ലാം തന്നെ ബായും ബായിയാണ്.